മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ വളരെ ഭയാനകരമായ സാഹചര്യങ്ങളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന അമേരിക്കയ്ക്ക് ഇപ്പോൾ വെല്ലുവിളിയായി പടക്കപ്പലുകളുമായി ചൈനയും ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി അമേരിക്കക്ക് മുന്നിൽ ഉണ്ടാക്കുന്നത്. ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന ഡീഗോ ഗാർഷ എന്നറിയപ്പെടുന്ന തന്ത്രപ്രധാനമായ അമേരിക്കയുടെ ബേസിനെ മുൻകൂർ ആക്രമണം നടത്തി അമേരിക്കയുടെ ആക്രമണങ്ങളെ പരാജയപ്പെടുത്താനാണ് ഇറാൻ ശ്രമിക്കുന്നത് എന്ന റിപ്പോർട്ട് വരുന്നു. കാരണം അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് ബോംബറായ B-2 എന്നറിയപ്പെടുന്ന യുദ്ധവിമാനങ്ങളുടെ പകുതി എണ്ണവും ഇപ്പോൾ നിലനിൽക്കുന്നത് ദ്വീപിലുള്ള ഡീഗോ ഗാർഷ എന്ന് പറയപ്പെടുന്ന എയർബേസിലാണ്. 9 യുദ്ധവിമാനങ്ങൾ B-2 ഇനത്തിൽപ്പെട്ടത് ഡീഗോ ഗാർഷയിൽ ഉണ്ട് എന്നാണ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ അറിയിക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് ഇറാനെ ആക്രമിക്കുക എന്നത് അമേരിക്കയ്ക്ക് ഏറ്റവും ലളിതമായ കാര്യമായിരിക്കും. അതേസമയത്ത് ഇറാന് അങ്ങോട്ട് പ്രതികരിക്കുക എന്നത് വലിയ പ്രയാസകരമായ കാര്യവും ആയിരിക്കും. കാരണം ഇറാനിൽ നിന്നും ഏകദേശം 4000 കിലോമീറ്റർ ദൂരെയാണ് ഈ ബേസ് നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ ബോംബറുകൾ പറന്നുയരുന്നതിന് മുമ്പ് ഈ ബേസിനെ ലക്ഷ്യം വെക്കുക എന്ന ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ ഇറാൻ പോകുന്നത് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതേസമയത്ത് ചൈന മറ്റൊരു ഭാഗത്ത് അമേരിക്കയ്ക്ക് വലിയ രൂപത്തിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കുട്ടികൾക്ക് മദ്രസ പഠനം ഏതെങ്കിലും രൂപത്തിൽ പ്രതിസന്ധി നേരിടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓൺലൈൻ വഴി നിങ്ങൾക്ക് ഉചിതമായ സമയം തിരഞ്ഞെടുത്ത് നല്ല രൂപത്തിൽ മദ്രസ പഠനം സാധ്യമാക്കുന്ന ഏറ്റവും ഉത്തമമായ ഒരു സംരംഭമാണ് ത്വയ്ബ അക്കാദമിയുടേത്. അതുകൊണ്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതുപോലെ തന്നെ ഈ വെക്കേഷൻ സമയത്ത് കുട്ടികൾക്ക് ഗ്രാമർ സഹിതം ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഏറ്റവും നല്ല ബേസിക് ഇംഗ്ലീഷ് നൽകുന്ന മറ്റൊരു സംവിധാനവും കൂടെ ത്വയ്ബ അക്കാദമി ഒരുക്കിയിട്ടുണ്ട്. വേണ്ട ആളുകൾക്ക് താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാമെന്ന് ഓർമ്മപ്പെടുത്തും. നമ്മൾ പറഞ്ഞു വന്നത് ഇറാനുമായി വലിയ രൂപത്തിലുള്ള സൈനിക നടപടിക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയ്ക്ക് ഇപ്പോൾ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ചൈന ചെയ്യുന്നത്. തായ്വാന് ചുറ്റും 19 യുദ്ധക്കപ്പലുകളും അതുപോലെ തന്നെ ഈ 50ഓളം ജെറ്റ് വിമാനങ്ങളും ഇപ്പോൾ തായ്വാന്റെ വ്യോമ നാവിക മേഖലകളിൽ ഇപ്പോൾ ഇത് വലയം ചെയ്തിരിക്കുന്നു എന്നതാണ് വരുന്ന റിപ്പോർട്ട്. കാരണം അമേരിക്ക ഇറാനിൽ ഇടപെടുന്ന ഏത് സാഹചര്യമാണെങ്കിലും ആ സാഹചര്യത്തിൽ തന്നെ തായ്വാനിൽ ചൈന ഇടപെടും എന്നതാണ് ഇത് സൂചന നൽകുന്നത്. ഇത് അമേരിക്കക്ക് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും. കാരണം ഇറാനുമായി വലിയ രൂപത്തിലുള്ള ഒരു യുദ്ധത്തിലേക്ക് കടക്കുമ്പോൾ അത് ചൈനയുമായി മറ്റൊരു ഭാഗത്ത് യുദ്ധമുണ്ടാവുക എന്ന് പറയുമ്പോൾ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. പക്ഷേ അത്തരമൊരു സമയം തന്നെ ഇതിനായി ചൈന തിരഞ്ഞെടുക്കുന്നു എന്നത് ഏറ്റവും തന്ത്രപ്രധാനമായ ചൈനയുടെ ഒരു നീക്കമാണ്. അല്ലെങ്കിൽ അത് ഇറാന് വലിയൊരു സഹായമായിട്ടാണ് ചൈന ഇത് ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരും. ഗസയിലുള്ള ആളുകൾക്ക് പിന്തുണയായി ഹൂത്തികൾ ചെയ്യുന്ന ഒരു രീതിയാണ് ചെങ്കടലിൽ ഉപരോധിക്കുക, ഇസ്രായേൽ സംവിധാനങ്ങളെ ഉപരോധിക്കുക എന്നത്. എന്നാൽ അതിന് സമാനമായ മറ്റൊരു രീതിയാണ് ഇപ്പോൾ ഇവിടെ ചൈന സ്വീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ചൈനയുടെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ആവശ്യമാണ് എങ്കിൽ പോലും ഈ സമയം തിരഞ്ഞെടുക്കുന്നത് ഇറാന് ഏറെ ഗുണകരമാകും. അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് സിറിയയിലേക്ക് തുർക്കിയുടെ അതിശക്തമായ സൈനിക സംവിധാനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. തെദമ്മുർ എന്നറിയപ്പെടുന്ന സ്ഥലത്തുള്ള ഈ തുർക്കിയുടെ സിറിയയുടെ പുതിയ സർക്കാർ അനുവദിച്ച വലിയൊരു ബേസ് ഉണ്ട്. അവിടേക്ക് എല്ലാ സംവിധാനങ്ങളും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഭാഗത്തുള്ള ഒരു ഭീഷണി ഉണ്ടായിരുന്നു. ആ ഭീഷണി ഉയർന്ന സാഹചര്യത്തിലാണ് സിറിയയിൽ സൈനിക സംവിധാനങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഒരുക്കുക എന്ന രീതിയിലുള്ള നീക്കങ്ങൾ ഇപ്പോൾ തുർക്കി നടത്തുന്നത്. യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റ് വലിയ രൂപത്തിലുള്ള ഒരു എസ്കലേഷൻ, വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇറാനെതിരെ ഏത് സമയത്തും അമേരിക്കയുടെ സൈനിക നടപടി ഉണ്ടാകുമെന്ന വാർത്തകൾ വരുന്നു. കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ചാനൽ 14 തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനെതിരെയുള്ള ആക്രമണം ഉടനെ തന്നെ ഉണ്ടാകുമെന്ന വാർത്തയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇറാൻ ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ ആക്രമണങ്ങളെ നേരിടാൻ സജ്ജമായിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ എല്ലാ താവളങ്ങൾക്ക് നേരെയും മിസൈലുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഭൂഗർഭ അറകളിലാണ് ഉള്ളത് എന്നതും ഏറെ പ്രസക്തമായ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് പെട്ടെന്ന് ഈ ആക്രമണങ്ങളെ പരാജയപ്പെടുത്താൻ, ഈ അവരുടെ ബേസുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ പെട്ടെന്ന് പരാജയപ്പെടുത്താൻ കഴിയില്ല. കാരണം ഭൂഗർഭ അറകളിലാണ് ഇത് സംവിധാനിച്ചിട്ടുള്ളത്. അതേസമയം അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള താവളങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ അമേരിക്കയും ഇപ്പോൾ ശ്രമിക്കുകയാണ്.
താഡ് അതുപോലെ പാട്രിയറ്റ് സംവിധാനങ്ങളാണ് ഇപ്പോൾ ഈ ബേസുകളിലേക്കെല്ലാം അമേരിക്ക എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ആക്രമണങ്ങളെ ചെറുക്കുക എന്ന് തന്നെയാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. എന്തായിരുന്നാലും അമേരിക്കയുടെ ആക്രമണം ഇറാന് മേൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. അത്തരം സാഹചര്യങ്ങളിലാണല്ലോ ഇങ്ങനെ ഒരു പ്രതിരോധത്തിന്റെ സാഹചര്യം വരുന്നത്. എന്തായിരുന്നാലും ഈ ആക്രമണം വലിയ ദുരന്തം സൃഷ്ടിക്കുമെന്നാണ് ഇപ്പോൾ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ ആണവ സംവിധാനങ്ങൾ, അത് ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വലിയ ദുരന്തം മേഖലയിൽ ഉണ്ടാക്കുമെന്നാണ് അമേരിക്കക്ക് പുടിൻ വാർണിംഗ് നൽകിയിരിക്കുന്നത്.